എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MBBS BDS കോഴ്സുകളിലേക്കുള്ള സ്പെഷ്യൽ സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഡിസംബർ 2 ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജുകളിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് ce.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്ക് വഴി ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ആക്സസ് കോഡും നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്നും നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയും അതുപോലെ തന്നെ ഡാറ്റ ഷീറ്റും ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. അതിൻ്റെ ഓരോ പ്രിൻ്റ് ഔട്ട് നിങ്ങളുടെ കയ്യിൽ എക്സ്ട്രാ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ച് വെക്കാനും ശ്രദ്ധിക്കുക. അതുപോലെ അതായത് ഓരോ കോപ്പി വീതം അഡ്മിഷന് കൂടി നിങ്ങൾ എടുക്കേണ്ടതാണ്. അതായത് ആ ഒരു ഡാറ്റ ഷീറ്റിൻ്റെയും അലോട്ട്മെൻറ്റ് മെമ്മോയുടെയും 2 വീതം പ്രിൻ്റ് ഔട്ടുകൾ നിങ്ങൾ എടുക്കുക. കാരണം ഓരോ കോപ്പികൾ നിങ്ങൾ ജസ്റ്റ് ഭാവിയിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി അത് മാറ്റിവെക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാനായിട്ട് ഇവിടെ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു അതായത് സ്പെഷ്യൽ സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റ് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സ്പെഷ്യൽ സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റ് MBBS ഓർ BDS എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു അലോട്ട്മെൻറ്റ് അതായത് ഈ ഒരു സ്പെഷ്യൽ സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ ആർക്കൊക്കെയാണ് അലോട്ട്മെൻറ്റ് കിട്ടിയുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലിസ്റ്റിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുക. ഇതിൽ ആകെ ഏകദേശം ഒരു 2ഓളം പേജാണുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏത് കോഴ്സിലാണ് കിട്ടിയത് അത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നോക്കിയിട്ട് വേണം നിങ്ങൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഇതിൽ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. അതുപോലെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഏത് കോളേജിലാണ് കിട്ടിയിട്ടുള്ളത്, അതുപോലെ തന്നെ ഏത് കോഴ്സിലേക്കാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്, അതുപോലെ തന്നെ ആ ഒരു കിട്ടിയിട്ടുള്ള സീറ്റിൻ്റെ ടൈപ്പ് ഏതാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു പേജ് വഴി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിലും നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു രീതിയിലും അലോട്ട്മെൻറ്റ് നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാലും നിങ്ങൾ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്ന് നിങ്ങളുടെ ഡാറ്റ ഷീറ്റും അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് മെമ്മോയും നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻസിനായിട്ട് നോട്ടിഫിക്കേഷൻസിൽ പോയ ശേഷം ഇവിടെ അഡ്മിഷൻ ടു MBBS BDS കോഴ്സ് 2024 സ്പെഷ്യൽ സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റ് പബ്ലിഷ്ഡ് ഇവിടെ വിജ്ഞാപനം എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതുപോലെ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ടും കാണാം. നിങ്ങൾ നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു വിജ്ഞാപനത്തിൻ്റെ ഇംഗ്ലീഷ് വേർഷനും അതുപോലെ വിജ്ഞാപനത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ മലയാളം വേർഷനുമാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾ ആ ഒരു PDF-ൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ ഒരു വിദ്യാർത്ഥികളുടെ 2024 MBBS BDS കോഴ്സിലേക്കുള്ള സ്പെഷ്യൽ സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റ് പ്രവേശന പരീക്ഷാ കമ്മീഷനുടെ ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അലോട്ട്മെൻറ്റ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നിങ്ങളുടെ ഹോം പേജിൽ ലഭ്യമാണ്. അലോട്ട്മെൻറ്റ് വിവരങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഹോം പേജിൽ നിന്ന് അലോട്ട്മെൻറ്റ് മെമ്മോ പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പേര്, റോൾ നമ്പർ, അലോട്ട്മെൻറ്റ് ലഭിച്ച കോഴ്സ്, കോളേജ്, അലോട്ട്മെൻറ്റ് ലഭിച്ച കാറ്റഗറി, അതുപോലെ ഫീസ് സംബന്ധിച്ചുള്ള എല്ലാവിധ വിവരങ്ങളും നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ സ്പെഷ്യൽ സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ രേഖപ്പെടുത്തിയുള്ള ഫീസ് അടച്ചതിന് ശേഷം അലോട്ട്മെൻറ്റ് ലഭിച്ച കോഴ്സ് അല്ലെങ്കിൽ കോളേജിൽ നിങ്ങൾക്ക് ഈ ഒരു ഡിസംബർ 2 ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പായിട്ട് പ്രോസ്പെക്ടസിലെ ക്ലോസ് 11.1 പ്രകാരമുള്ള രേഖകളുമായിട്ട് ഹാജരായി നിർബന്ധമായിട്ടും പ്രവേശനം നേടണം. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന SC ST OEC മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ അതായത് ഫിഷർമാരുടെ മക്കളുണ്ടാവും. അതുപോലെ തന്നെ OECക്ക് ലഭ്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾക്ക് അർഹമായിട്ടുള്ള സമുദായത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ എന്നിവർക്കും അതുപോലെ തന്നെ ഈ ഒരു ശ്രീചിത്ര ഹോം, ജുവനൈൽ ഹോം, നിർഭയ ഹോം എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഫീസ് അടക്കേണ്ടതില്ല. എന്നാൽ ഇത്തരം വിദ്യാർത്ഥികൾ സ്ട്രാസ്രാം മെഡിക്കൽ ഓർ ദന്തൽ കോളേജിലെ മൈനോറിറ്റി NRI സീറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന പക്ഷം ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കാണിച്ചിട്ടുള്ള പ്രകാരമുള്ള ഫീസ് മുഴുവനായിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരും. ഫീസ് ഇളവിന് അർഹതയില്ലാത്തതും ആകുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അവരുടെ ഹോം പേജിലെ ഡാറ്റ ഷീറ്റ് എന്ന മെനു ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡാറ്റ ഷീറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. പ്രവേശനം നേടുന്ന സമയത്ത് ഡാറ്റ ഷീറ്റ് കോളേജ് അധികാരികൾക്ക് മുന്നിൽ ഹാജരാക്കേണ്ടതാണ്. നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജുകളിൽ ഡിസംബർ 2 ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പായിട്ട് അഡ്മിഷൻ നേടിയിരിക്കണം. അതുപോലെ തന്നെ
നിശ്ചിത സമയത്തിനുള്ളിൽ കോളേജിൽ പ്രവേശനത്തിനായിട്ട് ഹാജരായി അഡ്മിഷൻ നേടാതെ വിദ്യാർത്ഥികളുടെ അലോട്ട്മെൻറ്റ് റദ്ദ് ചെയ്യപ്പെടും. സ്പെഷ്യൽ സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റിലൂടെ അലോട്ട്മെൻറ്റ് ലഭിച്ച ശേഷം നിശ്ചിത തീയതിക്കുള്ളിൽ പ്രവേശനം നേടാതെ വിദ്യാർത്ഥികളുടെയും സ്പെഷ്യൽ സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റിലൂടെയോ മുൻ അലോട്ട്മെൻറ്റുകളിലൂടെയോ പ്രവേശനം നേടിയ ശേഷം TC വാങ്ങുന്ന വിദ്യാർത്ഥികളുടെയും അവരവർക്ക് ബാധകമായിട്ടുള്ള രജിസ്ട്രേഷൻ ഫീസ് പെനാൽറ്റി ആയിട്ട് കണക്കാക്കുന്നതും തിരികെ നൽകുന്നതുമല്ല. കൂടാതെ ഇത്തരം വിദ്യാർത്ഥികളിൽ നിന്നും പ്രോസ്പെക്ടസ് ക്ലോസ് 12.2.4 പ്രകാരം പിഴ ഈടാക്കുന്നതും ആണ്. പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സർക്കാർ ഉത്തരവുകൾക്കും അലോട്ട്മെൻറ്റുകൾക്കുമായിട്ട് വിദ്യാർത്ഥികൾ ce.kerala.gov.in എന്ന പരീക്ഷാ കമ്മീഷനുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സർക്കാർ ഉത്തരവുകളും അതുപോലെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ലഭ്യമാകുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഹെൽപ്പ് ലൈൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.